എപ്പോഴെങ്കിലും ഒന്ന് നടക്കാൻ പോയപ്പോഴോ, ഷവർ ചെയ്യുമ്പോഴോ, ബ്രഷ് ചെയ്യുമ്പോഴോ, ഇതുവരെ ആലോചിച്ചിട്ട് കിട്ടാത്ത ചോദ്യത്തിനുള്ള ഉത്തരം അപ്പോൾ കിട്ടിയിട്ടുണ്ടോ? ഇതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഫോക്കസ് മോഡ്, രണ്ട് ഡിഫ്യൂസ് മോഡ്. ഈ ഫോക്കസ് മോഡ് നിങ്ങൾ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബേൺ ഔട്ട് ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് മടുത്തു പോകും. അതേസമയം നിങ്ങൾ ഡിഫ്യൂസ് മോഡിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യും, ആക്ഷൻ എടുക്കില്ല, ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടേ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യാൻ പഠിക്കുക. അതായത് എപ്പോൾ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കാം. അതുപോലെ തന്നെ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, ലൈക്ക് നിങ്ങൾക്ക് പഠിക്കണം. അപ്പോൾ നീ പഠിക്കാതിരിക്കുമ്പോൾ ഒരു 25 മിനിറ്റ് ടൈമർ വയ്ക്കാം. എന്നിട്ട് ആ 25 മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. അപ്പോൾ രണ്ട് കാര്യം അവിടെ നടക്കണം. ഒന്ന്, നീ പഠിച്ചത് അത്രയും പ്രോസസ്സ് ചെയ്തൊന്ന് സേവ് ചെയ്ത് വെക്കാൻ നിനക്ക് നിൻ്റെ ബ്രെയിനിന് നീ ഒരു ടൈം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിനക്ക് വായിച്ചിട്ട് മനസ്സിലാവാത്ത ചില കൺസെപ്റ്റുകൾ ഒന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ടൈം അത് നമ്മുടെ ബ്രെയിന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിഫ്യൂസ് മോഡായി. ഈ 5 മിനിറ്റ് നിങ്ങൾക്ക് ഡിഫ്യൂസ് മോഡായിട്ട് ആക്ടും ചെയ്യും. നിങ്ങൾ പഠിച്ച 25 മിനിറ്റ് ആ സ്പ്രിൻറ്റ് അത് ഫോക്കസ് മോഡുമായി. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് ഡിഫ്യൂസ് മോഡിൽ നിന്ന് ഫോക്കസ് മോഡിലേക്ക് ആൾട്ടർനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബ്രെയിൻ മാക്സിമം എഫിഷ്യൻസി നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതേസമയം ഈ ഒരു കണ്ടിന്യൂസ് 3-4 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് മോഡിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്താലും വേണ്ടത്ര റിസൾട്ട് ഉണ്ടാവില്ല. നിങ്ങൾ മറന്നു പോകും, അല്ലെങ്കിൽ മടുത്തു പോകും പെട്ടെന്ന്. അതേസമയം നിങ്ങൾ ഫുൾ ടൈം ഡിഫ്യൂസ് മോഡിലാണ്, ഒന്നും ആലോചിച്ചാണ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇത് രണ്ടും നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ട് മോഡ്സാണ്. നമ്മുടെ കാറിൽ എക്കോ മോഡ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, സിറ്റി മോഡോ അല്ലെങ്കിൽ സ്പോർട്ട് മോഡോ. അപ്പോൾ എപ്പോഴും സ്പോർട്ട് മോഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ അത്ര നല്ലതല്ല. അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്ത് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും വണ്ടിയുടെ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ലൈഫിനും എഫിഷ്യൻസിക്കും നല്ലത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ എനിക്കൊരു കൺസെപ്റ്റ് മനസ്സിലാവാതെ ആവുമ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഞാൻ ഒന്ന് അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നടക്കാൻ പോകും, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പോകും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പുതിയതായിട്ടൊന്നും ചെയ്യാൻ പോരുത്. ഇപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ലൈക്ക് ജസ്റ്റ് ഒരു വാക്കിന് പോവാം, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുളിക്കുക. അതായത് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യുന്നത് അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിന് ആ നേരത്തെ നിങ്ങൾ കൊടുത്ത പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആ ബ്രെയിൻ അവിടെ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും, നിങ്ങളത് അറിയണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ തോട്ടിന് ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ബ്രെയിനെ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ട് ഡിഫ്യൂസ് മോഡും ഫോക്കസ് മോഡും തമ്മിൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എപ്പോഴും സ്റ്റക്ക് ആവുകയാണെങ്കിൽ എന്തെങ്കിലും ബിൽഡ് ചെയ്യുമ്പോഴോ, ഞാനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഏതൊരു മൊഡ്യൂളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ അതുപോലെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് ആ ഫോക്കസ് മോഡിൽ ഇരുന്നിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലാപ്ടോപ്പ് അവിടെ വെച്ചു, പോയി ഒന്ന് നടന്നു, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു, പിന്നെ ഇരുന്നു. 5 മിനിറ്റിൽ എനിക്ക് ഉത്തരം കിട്ടി, അല്ലെങ്കിൽ എനിക്കത് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ലേൺ ടു ആൾട്ടർനേറ്റ് ബിറ്റ്വീൻ ഫോക്കസ് മോഡ് ആൻഡ് ഡിഫ്യൂസ് മോഡ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.